ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് രണ്ട് അടിപൊളി അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഡെയിലി കുറച്ച് ടൈം വർക്ക് ചെയ്താൽ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റിയ അപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് UPI അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഇതിലോട്ടെല്ലാം വിഡ്രോ ചെയ്യാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള മണി മേക്കിംഗ് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഓൺലൈൻ ജോബ്സ് ഒക്കെ ആദ്യം തന്നെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം മറക്കാതെ എല്ലാവരും നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനിയും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യത്തെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് മെയിൽ ഐ ഡി കൊടുത്തൊന്ന് സൈൻ അപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും 25 രൂപ വെച്ച് 2 പ്രാവശ്യം ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. സക്സസ് ആയിട്ടുണ്ട്, അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു അപ്ലിക്കേഷനിൽ 2000 കോയിൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 20 രൂപ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 10 രൂപ ആയിരിക്കും. ബട്ട് ഈ ഒരു അപ്ലിക്കേഷനിൽ നമുക്ക് 2000 കോയിൻസ് ഉണ്ടെങ്കിൽ 25 രൂപ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും 5000 കോയിൻസ് വേണ്ട, 50 രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 3750 കോയിൻസ് മാത്രം മതി. അതുപോലെ തന്നെ 7500 കോയിൻസ് ഉണ്ടെങ്കിൽ 100 രൂപ വിഡ്രോ ചെയ്യാം. 11250 കോയിൻസ് ഉണ്ടെങ്കിൽ 150, അങ്ങനെയാണ് വിഡ്രോയിൽ വരുന്നത്. മറ്റ് അപ്ലിക്കേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ചെറിയ കോയിൻസിന് വലിയ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വാലറ്റിൽ ഏകദേശം 2252 കോയിൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ 25 രൂപ വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആ ഒരു എമൗണ്ട് കാലൊക്കെ സെലക്ട് ചെയ്യുക, അതിനുശേഷം റെഡീം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വിഡ്രോയിൽ കാലൊക്കെ ഇവിടെ പെൻഡിങ് ആണ്. 24 ഹവേഴ്സിലായിരിക്കും നമുക്ക് പേയ്മെൻറ്റും കാലൊക്കെ സെൻഡ് ചെയ്ത് തരുന്നുണ്ടാവുക. അപ്പോൾ പക്ക പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിഡ്രോ ചെയ്ത ഒരു പേയ്മെൻറ്റ് റിസീവ് ആയതിനു ശേഷം ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു വട്ടം നമ്മൾ ചാനൽ റിവ്യൂ ചെയ്തൊരു അപ്ലിക്കേഷനാണ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേന്നുള്ളൂ. ഇവിടെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും പ്ലേ ടൈമിൻ്റെ ഒരു സെക്ഷനാണ്. എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ എങ്ങനെയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഗെയിമിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കോയിൻസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അതുപോലെ തന്നെ സൈഡിലായിട്ട് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരുപാട് കമ്പനീസിൻ്റെ ഓഫേഴ്സ് ഉണ്ട്. ഇതിലെല്ലാം വരുന്നത് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് സർവേ അതുപോലെ തന്നെ വാച്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ ടാസ്കിൻ്റെ സെക്ഷനുമാണ് കേട്ടോ. പിന്നെ വരുന്നത് താഴെയായിട്ട് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 200 കോയിൻസ് എയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ആ ഒരു ടാസ്ക് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ടാസ്ക് ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാൻ നേരം ഇതുപോലെ അവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഫോളോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ആ ഒരു 50 കോയിൻസ് നമ്മളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കറക്റ്റായിട്ട് തന്നെ ആ ഒരു കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ബാക്ക് അടിക്കുക. ഓക്കെ, എത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി, കറക്റ്റായിട്ട് തന്നെ കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഒരു അപ്ലിക്കേഷനിൽ അടുത്തൊരു ഏണിങ്സ് വരുന്നത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ്. അതിനായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്നത് കമ്മീഷനാണ്. അതായത് നമ്മൾ ഒരാളെ റെഫർ ചെയ്തു എന്ന് വിചാരിക്കുക, അവർ ഈ ഒരു അപ്ലിക്കേഷനിൽ നിന്ന് കോയിൻസ് എയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എത്ര കോയിൻസാണ് എയിൻ ചെയ്തത് അതിൻ്റെ 10% നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ക്യാഷ് എയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു അപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു അപ്ലിക്കേഷനാണ്, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. പേയ്മെൻറ്റ് പക്കയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വിഡ്രോ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് UPIയിലോട്ടാണ് വിഡ്രോ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്ത എമൗണ്ട് 24 ഹവേഴ്സിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യാം. സോ ഇനി നമുക്ക് സെക്കൻഡ് അപ്ലിക്കേഷൻ നോക്കാം. ആ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. ഇവിടെ താഴെയായിട്ട് ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഐ അഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നിട്ട് വരുന്നതായിരിക്കും. സോ അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ മെയിൽ ഐ ഡി കൊടുത്തൊന്ന് സൈൻ അപ്പ് ചെയ്യുക. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ നമുക്ക് സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് 150 കോയിൻസ് ഫ്രീ ആയി തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷനിൽ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ലൈവായിട്ട് ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇനി ഇവിടെ നമുക്ക് എയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഇവിടെ താഴെ രണ്ടാമതായിട്ട് ഒരു ഗിഫ്റ്റിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡെയിലി ലോഗിൻ്റെ ഭാഗമായിട്ടുള്ള കോയിൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിംസ് കൊടുത്തിട്ടുണ്ട്, സ്പിൻ വീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്തുകൊണ്ടും കോയിൻസ് എയിൻ ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കൊടുത്തുള്ള ടാസ്ക് നമുക്ക് അൺലോക്ക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് ഓഫറെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഏത് ടാസ്ക്കാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിനായിട്ട് അപ്ലിക്കേഷൻ മീഡിയയിലായിട്ട് എന്താ പറയുക ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം ഇതുപോലെ ടാസ്ക് ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഒരുപാട് ഓഫർ കൊടുത്തിട്ടുണ്ട്.
ഇതിൽ പുതിയ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ചാറ്റ് വിത്ത് AI എന്ന് പറയട്ടെ. അപ്പോൾ മുമ്പ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഞാൻ പറയുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. താഴെയായിട്ട് രജിസ്ട്രേഷൻ എന്നിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലായിട്ടൊരു 3 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴെയായിട്ട് ലോഗ് ഔട്ട് എന്നിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള പേജ് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ നേരം ഗൂഗിൾ എന്നിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ആഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് റീസെറ്റ് അഡ്വർടൈസിങ് ഐഡി എന്നിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് 2 പ്രാവശ്യമെങ്കിലും എയറോപ്ലെയിൻ മോഡ് ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും നിങ്ങൾ ചെയ്തതിനു ശേഷം നമ്മളെ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് തിരിച്ചു വരാം. എന്നിട്ട് വീണ്ടും ആ ഒരു ടാസ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെയായിട്ട് രജിസ്ട്രേഷൻ എന്നിട്ട് കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുതിയൊരു മെയിൽ ഐ ഡി കൊടുത്ത് സൈൻ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇതിനു മുമ്പ് നിങ്ങൾ യൂസ് ചെയ്ത മെയിൽ ഐ ഡി അല്ലാതെ പുതിയൊരു മെയിൽ ഐ ഡി കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള മെയിൽ ഐ ഡീസ് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വരുന്നതായിരിക്കും. താഴെയായിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. അതായത് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഹൗ ടു ഏൺ മണി ഇൻ ഓൺലൈൻ എന്നാണ്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എൻട്രി ചെയ്തിട്ട് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. സെൻഡ് ചെയ്യാൻ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ലോഡിങ് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തതിനു ശേഷം മസ്റ്റായിട്ട് ഒരു 2 മിനിറ്റ് നേരം ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ മുമ്പ് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. കറക്റ്റായിട്ട് 300 കോയിൻസ് നമ്മുടെ വാലറ്റിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇനി ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നേരം ആ ഒരു ടാസ്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പുതിയ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടാസ്കിനും അതിൻ്റെതായ സ്റ്റെപ്സ് ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് അൺലോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് ഡെയിലി ലോഗിൻ്റെ ഭാഗമായിട്ടുള്ള കോയിൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ദിവസം അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 5 കോയിൻസ് ആണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം 10 കോയിൻസ്, മൂന്നാമത്തെ ദിവസം 15 കോയിൻസ്, അങ്ങനെ 15ാമത്തെ ദിവസം നമുക്ക് 100 കോയിൻസ് വരെ ഡെയിലി ലോഗിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി ഈ ഒരു കോയിൻസ് നിങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ഒരു ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് ഗെയിം കൊടുത്തിട്ടുണ്ട്. കെനോൺ ഗെയിം എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഗെയിമിൽ നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 10 കോയിൻസ് ആണ്. ഡെയിലി 5 പ്രാവശ്യമാണ് നമുക്ക് എന്താ പറയുക ഗെയിം കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഗെയിംസ് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് മെഗാ റിവാർഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കോയിൻസ് കിട്ടുന്നതായിരിക്കും. അതായത് ഇതിൽ ആദ്യം വരുന്നത് ഡെയിലി ലോഗിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോയിൻസ് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് 3 ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. അതുപോലെ തന്നെ 5 ടാസ്ക് ഓഫർ കംപ്ലീറ്റ് ചെയ്യുക. 3 സ്പിൻ വീലും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക കേട്ടോ. പിന്നെ വരുന്നത് വാച്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ എന്താ പറയുക നമുക്ക് അപ് ടു 50 കോയിൻസ് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാച്ച് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് പ്ലേ ആയിട്ട് വരും. ആ ഒരു ആഡ് നിങ്ങൾ കാണാം. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിട്ടുള്ള കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 8 കോയിൻസ് ആണ്. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടൈമർ കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറിന് മേലെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമർ ഉണ്ടായതിനു ശേഷം നിങ്ങൾക്ക് അടുത്ത സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് അത്യാവശ്യം കോയിൻസ് ഒക്കെ ഇൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നതാണ് സ്പിൻ വീല്. ഇവിടെ നമുക്ക് ഡെയിലി 12 സ്പിന്നാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആദ്യത്തെ സ്പിന്നിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 10 കോയിൻസ് ആണ്. അതിനുശേഷം 1 അവറിൻ്റെ ഒരു ടൈമർ ഉണ്ട്. ഈ ഒരു ടൈമർ എൻ്റെ ആകുമ്പോൾ അടുത്ത സ്പിൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടാണ് നമുക്ക് സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇതിൽ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് പ്ലേ ടൈമിൻ്റെ ഒരു സെക്ഷനാണ്. എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് കോയിൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആക്റ്റീവ് നോ എന്നിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അന്നേരം ഈ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ടാസ്ക് നിങ്ങൾ നോക്കുക. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 747 കോയിൻസ് ആണ്. 1 മിനിറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 12 കോയിൻസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ നൗ എന്നിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നിന്ന് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ, ട്രാക്കിംഗ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തിരിച്ച് നമ്മൾ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വരാം. എന്നിട്ട് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് മൈ
ഗെയിംസ് എന്ന് പറയട്ടെ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലായിട്ട് വരുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഈ ഒരു സെക്ഷനിലായിട്ട് വരും. തൊട്ട് താഴെയായിട്ട് പ്ലേ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര ടൈം ഓപ്പൺ ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മളെ ചാനലിൽ മുമ്പ് റിവ്യൂ ചെയ്തതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ടെലിഗ്രാം ബോട്ടിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഇവിടെ ഇഷ്ടംപോലെ ടാസ്ക് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും കോയിൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 കോയിൻസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ജസ്റ്റ് സൈൻ അപ്പ് ചെയ്താൽ മാത്രം മതി. ആ ഒരു സ്പോട്ടിൽ ആ ഒരു കോയിൻസ് നമ്മുടെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തതിനു ശേഷം വിഡ്രോ ചെയ്യുക. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേ ടൈമിൻ്റെ ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് UPI എൻട്രി ചെയ്തുകൊണ്ട് വിഡ്രോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേൻ്റെയോ അല്ലെങ്കിൽ ഫോൺ പേൻ്റെയോ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ വിഡ്രോ ചെയ്യുവാണെങ്കിൽ മിനിമം വിഡ്രോയിൽ വരുന്നത് 10 രൂപയാണ്. 1000 കോയിൻസ് റീച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. UPI എൻട്രി ചെയ്യുവാണെങ്കിൽ മിനിമം റെഡീമായിട്ട് വരുന്നത് വെറും 5 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ UPI കൊടുത്ത് വിഡ്രോ ചെയ്യാനായിട്ട് ആ ഒരു കോയിൻസിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിഡ്രോ എന്ന് പറഞ്ഞിട്ട് കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് UPI എന്ന് പറയട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം റെഡീമായിട്ട് വരുന്നത് 5 രൂപയാണ്. 600 കോയിൻസ് റീച്ച് ആകുമ്പോൾ 5 രൂപ വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ 1100 കോയിൻസിന് 10 രൂപ, 2250 കോയിൻസ് ഉണ്ടെങ്കിൽ 20 രൂപ വിഡ്രോ ചെയ്യാം. 5000 കോയിൻസിന് 50, 10000 കോയിൻസിന് 100, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരാളെ റെഫർ ചെയ്തിട്ട് 600 കോയിൻസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്താലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആയിട്ട് എൻ്റെ ഗൂഗിൾ പേൻ്റെ ആ ഒരു UPI എൻട്രി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റെഡീം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. സ്ക്രീനിൻ്റെ സൈഡിൽ ഞാൻ പ്രൂഫ് കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റ് പക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.